നമസ്കാരം. സുഭാഷിതം. സംസാരവിഷവൃക്ഷസ്യ ദ്വേ ഫലേ ഹ്യമൃതോപമേ സുഭാഷിതരസാസ്വാദഃ സദ്ഭിഃ സഹ സമാഗമഃ. ഇവിടെ ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം പറയുന്നത്, ഈ ലോകമാകുന്ന വിഷവൃക്ഷത്തിൽ അമൃത സദൃശ്യങ്ങളായ രണ്ട് ഫലങ്ങളാണ് ഉള്ളത്. സുഭാഷിത രസം ആസ്വാദനം, രണ്ടാമത്തേത് സജ്ജന സംസർഗം. ഈ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ സുഭാഷിതത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ വിഷവൃക്ഷം എന്ന് പറയാൻ കാരണം, ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്ന രണ്ട് വിഷയങ്ങൾ അത് വിഷമായ വൃക്ഷത്തിലുള്ളതാണ്. കാരണം അത് നേടിയെടുക്കുന്നത്, അത് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം പോകുന്നത് അല്പം കഠിനമായ ദുഃഖകരമായ സംഭവമാണ്. സുഭാഷിതം എന്ന് പറയുമ്പോൾ, സുഭാഷിതം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള നല്ല ഭാഷിതങ്ങൾ, സംസ്കൃത ശ്ലോകത്തിലൂടെയും മലയാളത്തിലൂടെയും ധാരാളം സുഭാഷിതങ്ങളുണ്ട്. അത് ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ സത്തായ മൂല്യം മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ അർത്ഥം വിവർത്തനങ്ങൾ ചെയ്യുന്നതാണ് സുഭാഷിതം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു സുഭാഷിതം കേൾക്കുമ്പോൾ ചിലപ്പോൾ സംസ്കൃതമാണെങ്കിൽ നമുക്ക് അത്ര അർത്ഥം മനസ്സിലാവില്ല. ചില സുഭാഷിതങ്ങൾ രാവിലെ പറയാറുണ്ട്, റേഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് മലയാളമാണ്. അത് മലയാളം പറയുമ്പോൾ അതിന് സംസ്കൃതമൊന്നുമില്ല, പക്ഷേ നല്ല ഭാഷിതമാണ്. ആ സുഭാഷിതം ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയുന്നത്? ധാരാളം വിഷയങ്ങൾ പഠിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ധാരാളം വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നല്ല നല്ല മൂല്യങ്ങളും സത്തുകൾ കിട്ടും. ആ സത്തുക്കളാണ് അവരിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഭാഷണങ്ങളായി പുറത്തു വരുന്നത്. അതേപോലെയാണ് ഒന്ന് ആ വൃക്ഷത്തിലെ ആ ഒരു സംഭവമാണ് സുഭാഷിത രസം ആസ്വാദനം. ആ സുഭാഷിതത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് ആസ്വദിക്കുന്നതാണ് ഒരു വിഷം. രണ്ടാമത്തെ വിഷമോ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം. ഇപ്പം സജ്ജനം എന്നുദ്ദേശിക്കുന്നത് കുറേ ആളുകൾ, 3-4 വിഭാഗത്തിലുള്ള ആളുകളായി ഇന്ന് ഈ ലോകത്തുള്ളത്. വിദ്യയുള്ളവർ, വിദ്യയില്ലാത്തവർ, സംസ്കാര സമ്പന്നരെന്ന് പറയുന്നവർ, സംസ്കാരമില്ലാത്തവർ, പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് അഭിനയിക്കുന്നവരുണ്ട്. അതായത് ഞാൻ വലിയവനാണെന്ന് അഭിനയിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഞാൻ സംസ്കാര സമ്പന്നനാണെന്ന് അഭിനയിക്കുന്നവരുണ്ട്, ഞാൻ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് അഭിനയിക്കുന്നവരുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പല പല ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലെ സജ്ജനം എന്ന് പറയുമ്പോൾ ധാർമ്മികമായ ന്യായമാർഗത്തിലൂടെ ജീവിതത്തെ നയിച്ചുകൊണ്ട് സത്യസന്ധമായ ജീവിതം നയിക്കുന്ന ആളുകളാണ് സജ്ജനം എന്ന് പറയുന്നത്. അവരുടെ മുമ്പിൽ എല്ലാം നന്മയിലൂടെ മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. പ്രവർത്തികളും കാര്യങ്ങളൊക്കെ അവർ നല്ല ഒരു ചിന്താഗതിയോടുകൂടി ജീവിക്കുന്നവരാണ് സജ്ജനങ്ങൾ. അവരുമായുള്ള സംസർഗം വളരെ ബുദ്ധിമുട്ടാണെന്ന് അവിടെ പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അങ്ങനെയുള്ളവരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ കിട്ടുമ്പോഴല്ലേ അവരുമായിട്ട് സംസർഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗമാണ് ഈ വൃക്ഷത്തിലെ അടുത്ത വിഷം. അങ്ങനെ രണ്ട് വിഷങ്ങളാണ് ഈ വൃക്ഷത്തിലുള്ളത് എന്നുള്ള സുഭാഷിതത്തിലൂടെയാണ് നമ്മളോട് ഇത് മനസ്സിലാക്കി തരുന്നത്. എല്ലാവർക്കും നമസ്തേ.